മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുസ്ലിങ്ങൾ അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് യഥാർത്ഥ വസ്തുതയെന്നും ബിജെപി അധ്യക്ഷൻ. മലപ്പുറത്ത് ഹിന്ദുക്കൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികല ടീച്ചർ. മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി രാഷ്ട്രീയം കളിക്കുന്നതിനെതിരെ ബിജെപിയിലും ഭിന്നാഭിപ്രായം. മുസ്ലിം ജനവിഭാഗങ്ങളെ രൂക്ഷ ഭാഷയിൽ കടന്നാക്രമിച്ച് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ന്യൂനപക്ഷത്തിന്റെയും ഒബിസിയുടെയും അവകാശങ്ങൾ ഒരേ സമയം അനുഭവിക്കുന്ന സമുദായമാണ് മുസ്ലിങ്ങൾ എന്ന വിധത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെ ന്യായീകരിക്കവെയാണ് രാജീവ് ചന്ദ്രശേഖർ മുസ്ലിങ്ങളെ ഈ വിധത്തിൽ രൂക്ഷമായി വിമർശിച്ചത്. കേരളത്തിൽ കോൺഗ്രസും സിപിഎമ്മും മുസ്ലിങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ആ വിധം പ്രീണന രാഷ്ട്രീയം വഴി ഒട്ടേറെ നേട്ടങ്ങൾ ഇവർ കൈവരിച്ചിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ആർട്ടിക്കിൾ 19 അവകാശങ്ങൾ ചിലർ മാത്രം കുത്തകയാക്കി വെച്ചിരിക്കുന്നതിനെയും സംവരണ ആനുകൂല്യങ്ങൾ ചില ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ അനർഹമായി കവരുന്നതിനെതിരെയുമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചതെന്നും അതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നുമാണ് ബിജെപി അധ്യക്ഷൻ നയം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ബിജെപിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടത്തിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമാണുള്ളത്. അതിൽ പ്രധാനം വെള്ളാപ്പള്ളി നടേശനെയും SNDP യോഗത്തെയും ബിജെപിയോട് ഒപ്പം ചേർത്ത് നിർത്തുക എന്നത് തന്നെയാണ്. വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും BDJS-ഉം ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ഘടകകക്ഷിയാണെങ്കിലും വെള്ളാപ്പള്ളിയുടെ പിന്തുണ പൂർണ്ണ അർത്ഥത്തിൽ ലഭിക്കാറില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. പലപ്പോഴും സ്ഥാനാർത്ഥികൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്ന രീതിയായിരുന്നു വെള്ളാപ്പള്ളിയുടേത്. പലപ്പോഴും അത് ഇടതുപക്ഷത്തിന് അനുകൂലമെന്ന തരത്തിലുമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വെള്ളാപ്പള്ളിയുടെ ദിശാവ്യതിയാനം പൂർണ്ണമായും വ്യക്തമായത്. പല BJP സ്ഥാനാർത്ഥികൾക്കും വെള്ളാപ്പള്ളിയുടെ പിന്തുണ ലഭിക്കുകയും അതുവഴി അവർ മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന് പിന്നിലും വെള്ളാപ്പള്ളിയുടെ പരോക്ഷ പിന്തുണ ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു. വെള്ളാപ്പള്ളിയുടെ നയസമീപനങ്ങളിൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നത് ഇടതുപക്ഷവും ഗൗരവത്തോടെയാണ് കാണുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം ആസന്നമായിരിക്കെ വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള നീക്കങ്ങളാണ് ഇടത് കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഈ വിധം സംഭവ വികാസങ്ങളെ രൂക്ഷ മതവിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കി ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. മലപ്പുറത്തെ ഹിന്ദുക്കൾ അതീവ ഭീതിയോടെയാണ് കഴിയുന്നതെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചതിലും അപ്പുറമാണ് മലപ്പുറത്ത് വിവേചനം നിലനിൽക്കുന്നതെന്നുമാണ് ഹിന്ദു ഐക്യവേദി അധ്യക്ഷ PK ശശികല ടീച്ചർ നടത്തിയ പരാമർശങ്ങൾ. മാപ്പിള ലഹളയെ അതിജീവിച്ച ഹിന്ദു സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ താൻ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ലെന്നും തന്റെ വാക്കുകളെ ചിലർ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധത്തിൽ BJPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ BJP അധ്യക്ഷൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ BJP നേതാക്കൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയാണ്. മുസ്ലിങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ദേശീയ രാഷ്ട്രീയ നിലപാടുകൾക്ക് വ്യത്യസ്തമായ സമീപനമാണ് കേരളത്തിലെ BJP നേതൃത്വം അനുവർത്തിച്ചു വന്നത്. K. സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുമായി ആരോഗ്യകരമായ ബന്ധമാണ് പുലർത്തി വന്നിരുന്നത്. എന്നാൽ മതപ്രീണനം വഴി മുസ്ലിങ്ങൾ അനർഹമായി പലതും നേടുന്നുവെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം മുസ്ലിം ജനവിഭാഗങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുമെന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. എന്തുതന്നെയായാലും വെള്ളാപ്പള്ളിക്ക് നൽകിയ പരസ്യ പിന്തുണയോടെ BJP അധ്യക്ഷൻ നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏതു വിധത്തിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.